ഇന്ന് പകൽ നിങ്ങൾ ഓരോരുത്തരും നോക്കി, എല്ലാ അമ്മമാരെ നോക്കി ഞാൻ പറയട്ടെ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സഹോദരിമാരെ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പോൾ സഹോദരിമാർക്ക് മാത്രമാണോ കൃപ? നോ, എല്ലാ സഹോദരന്മാർക്കും കൃപ ലഭിച്ചവരെ നിങ്ങൾക്ക് വന്ദനം. കാരണം ചിലർക്ക് മാത്രമല്ല ദൈവം കൃപ കൊടുക്കുന്നത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. പഴയ നിയമം 36:8 നോഹയ്ക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ കൃപ ലഭിച്ചിരുന്നു. കേട്ടിട്ടില്ലേ? ഇരട്ടി അഭിഷേകം എലീശായ്ക്ക് മാത്രം ദൈവം കൊടുത്തു. അതായിരുന്നു പഴയ നിയമം. ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് മാത്രം ദൈവം തൻ്റെ കൃപയെ കൊടുത്തു. പക്ഷേ ഈ സീസന്റെ പേര് സഭായുഗം മാത്രമല്ല, കൃപായുഗമാണ്. ഈ കൃപായുഗത്തിൽ ചിലർക്ക് മാത്രമല്ല അവിടെ ദൈവം കൃപ കൊടുക്കുന്നത്. തീത്തോസ് 2:11 പറയുന്നു, രക്ഷാകരമായ കൃപ സകലർക്കും ഉദിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് പകൽ സ്തോത്രം, രക്ഷാകരമായ കൃപ എല്ലാവർക്കും ഉദിച്ചിരിക്കുന്നു. അർത്ഥം സകലർക്കും വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഇന്ന് പകൽ സ്തോത്രം, പോക്കറ്റിൽ സിഗരറ്റും ഇട്ട് എന്നെ ശ്രദ്ധിക്കുന്നവനാണെങ്കിലും നിനക്കും ദൈവത്തിൻ്റെ കൃപ ഉദിപ്പാൻ കഴിയും. പാപത്തിൽ കുടുങ്ങിയിരിക്കുന്നവനാണെങ്കിലും നിന്റെ മേലും ദൈവത്തിൻ്റെ കൃപ കർത്താവ് പകരും. സ്തോത്രം. എന്തിനു വേണ്ടിയുള്ള കൃപ? ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ, കർത്താവിൻ്റെ മകനായി തീരുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഒക്കെ ഉള്ളതായ ദൈവത്തിൻ്റെ കൃപ. തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ ഒന്നാണ് അവൻ കരുണയും കൃപയും ഉള്ളവൻ. 103-ാം സങ്കീർത്തനം അങ്ങനെ പറയുന്നു, യഹോവ കരുണയും കൃപയും ഉള്ളവൻ. ദൈവത്തിൽ കൃപ അങ്ങ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അറ്റ്ലാന്റിക്കില്, പസഫിക്കില്, സ്തോത്രം, അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, നമ്മുടെ അറബിക്കടലിൽ ഒക്കെ ഞാൻ പോയി രുചിച്ചു നോക്കി. എല്ലായിടത്തും ഒരുപോലെ ഉപ്പ് അതെ പരന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഏത് മേഖല നിങ്ങൾ നോക്കിയാലും ദൈവത്തിൽ കൃപ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും ദൈവം നൽകിയെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാലാണ്. ആർക്കും പറവാൻ കഴിയത്തില്ല, ഞാൻ ഉപവസിച്ച് നേടി, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടി, ഞാൻ ആ ചർച്ചിൽ വന്നതുകൊണ്ട് ഇങ്ങനെയായി. നോ, നമുക്കെല്ലാവർക്കും സകലതിന് നോക്കി പറവാൻ തക്കണം കഴിയും. ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ മകനായി തീർന്നത്, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞത്, ദൈവ വേല ചെയ്യുന്നത്, കഴിപ്പാനുള്ള ആഹാരവും കുടിപ്പാനുള്ള വെള്ളവും ധരിപ്പാനുള്ള വസ്ത്രവും സഞ്ചരിക്കാനുള്ള വാഹനവും കിടപ്പാനുള്ളതായ കിടപ്പറയും ഒക്കെ ദൈവം ഒരുക്കിയത് നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാലാണ്, കൃപയാൽ മാത്രമാണ് നാം ഏവരും പ്രത്യേകിച്ച് ഈ പുതിയ നിയമത്തിൽ ആയിരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കൃപ ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റോമർ 4:4 പറയുന്നു, അർഹതയില്ലാത്ത സ്ഥാനത്ത് വ്യാപരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. എനിക്ക് പറവാൻ കഴിയും, എൻ്റെ വിശുദ്ധി കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഇവണ്ണം പറയുന്നത്. പകരം ദൈവത്തിൻ്റെ കൃപയാലാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറവാൻ തക്കണം കഴിയും, എൻ്റെ കഴിവ് കൊണ്ട് നേടിയെന്നല്ല, 7 ഇരുന്നാണ് നേടിയത്, 21 ഇരുന്നാണ് കിട്ടിയത്. മഹത്വം 7-നും 21-നും ഒക്കെ പോയി. നോ. ആ 7 ദിവസം ഉപവാസത്തിനല്ല മഹത്വം, 21-നല്ല, 40-നല്ല, 400-നുമല്ല. പകരം ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവമായ കർത്താവ് നമുക്ക് എന്തെങ്കിലും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കൃപയാൽ അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ സംഭവിച്ചു. നോഹ ആ ജലപ്രളയത്തിൽ വിടുവിക്കപ്പെട്ടത് നോഹയും കുടുംബവും മാത്രം വിടുവിക്കപ്പെട്ടല്ലോ, കർത്താവിൻ്റെ കൃപയാലാണ്. അവിശ്വാസത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടന്ന അബ്രാം, സ്തോത്രം, അവിശ്വാസത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടന്നവനെ ദൈവം വിടുവിച്ച് അവൻ്റെ അവിശ്വാസത്തെ മാറ്റി അല്പവിശ്വാസം കൊടുത്ത് പിന്നെ സ്തോത്രം വിശ്വാസത്തിൽ വളർത്തി, വിശ്വാസത്തിൽ വലിയവനാക്കി, ശോധനയുടെ താഴ്വരയിലൂടെ കടത്തിവിട്ട് അതിപരിശുദ്ധ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വിശ്വാസികളെ പിതാവാക്കി തീർത്തത്, പടിപ്പടിയായി ഉയർത്തിയത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് അബ്രഹാം സ്തോത്രം അവണ്ണം എത്തിച്ചേർന്നത്. ഓ, നിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ മോശ എന്ന് വിക്കി പറഞ്ഞ ഒരുവനെ ഇതാ ഫറവോന്റെ മുൻപിൽ ഒരു കൊടുങ്കാറ്റ് പോലും നിർത്തി അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ തകർത്ത് ചരിത്രത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ പ്രവാചകനായി ഉയർത്തി. യഹൂദന്മാരുടെ നടുവിൽ ഏറ്റവും വലിയ പ്രവാചകനെന്ന് യഹൂദൻ പറവാൻ, നമുക്ക് 2ാമനെന്ന് പറവാൻ, യഹൂദൻ 1ാമനെന്ന് പറവാൻ മോശയുടെ മേൽ വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. അതേ സഹോദരങ്ങൾ,
സഹോദരങ്ങളെ, വേദപുസ്തകത്തിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ ദൈവത്തിന്റെ കൃപയെ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയും. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു ചെറിയ മത്സ്യം പോലും, ചെറിയൊരു കൈലി പോലും പിടിപ്പാൻ കഴിയാത്തതായ പത്രോസിനെ, രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ പിടിക്കാൻ അറിയാത്ത പത്രോസിനെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനജലത്തിലേക്ക് നടത്തുവാൻ ഒരു കരിസ്മാറ്റിക് പ്രീച്ചറാക്കി തീർത്തത് ദൈവത്തിന്റെ കൃപയാണ്. ഉണ്ടായിരുന്ന സഭയെ മുടിക്കുമെന്ന് പറഞ്ഞ് കുലപാതകനും ഉപദ്രവിയുമായിരുന്നതായ ശൗലിനെ പൗലൂസാക്കി തീർത്ത് ഭൂമിയുടെ അറ്റം വരെയും, അതേ അന്ന് കണ്ടുപിടിക്കപ്പെട്ട ഭൂമിയുടെ അറ്റം വരെയും സഭ സ്ഥാപിപ്പാൻ ദൈവപുത്രന് തത്തുല്യമായി ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഉപയോഗിച്ചു. അതേ ദൈവത്തിന്റെ കൃപയാണ് പലരെയും വിക്ടറി സ്റ്റാൻഡിലേക്ക് കയറ്റി നിർത്തിയത്, ജയപീഠങ്ങളിലേക്ക് സകലരെയും കയറ്റി നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാലാണെങ്കിൽ, ഇന്ന് പകൽ നമ്മുടെ ആശ്രയം പണത്തിലല്ല, സ്വാധീനത്തിലല്ല, കൃപയിൽ ആശ്രയിക്കാം. നീ തുലഞ്ഞു പോകത്തില്ല. വീണ്ടും കൃപയിൽ ആശ്രയിക്കാം, നീ നശിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം, നാം ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ ജീവിതത്തിനും സ്തോത്രം വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. കൃപ ചലിച്ചത് കൊണ്ടാണ് സ്തോത്രം എന്തേലുമൊക്കെ നടക്കുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കൃപയാലാണ് വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അതെ, ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാസ്പോർട്ടിലുമല്ല, ജീവന്റെ പുസ്തകത്തിന്റെ പേരെഴുതി കൃപയാൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, കൃപയാലാണ് ദൈവത്തിന്റെ മക്കളായി തീർന്നത്. ദൈവത്തിന്റെ മക്കൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ, ഞാൻ കേട്ടില്ലെങ്കിലും ദൈവം കേൾക്കാൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ കൃപയാലാണ് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നത്. 2 കൊരിന്ത്യർ 8:9 പറയുന്നു, ഓ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന നമുക്ക് സമൃദ്ധിയുടെ അനുഭവമായി തക്ക സമയത്ത് ആഹാരവും സഹായവും സകലതും ദൈവത്തിന്റെ കൃപയാലാണ് ദൈവം നൽകുന്നത്. ഓരോ ദിവസമുള്ളതായ സന്താന മാർഗങ്ങളിലൂടെ ദൈവം നമ്മെ കൃപയാലാണ് പുലർത്തി വഴി നടത്തുന്നത്. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ബലഹീനത എന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ 12:9 പറയുന്നു, 2 കൊരിന്ത്യർ 12:9 കൃപയാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ഇത്രയും ആരോഗ്യത്തോടെ സ്തോത്രം നമ്മെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ. 10,000 ഹോസ്പിറ്റൽ കിടന്ന് പിടയ്ക്കുമ്പോൾ ദൈവത്തിന് പിറകാൽ സ്വന്തം ഭവനത്തിലിരുന്ന് ഈ നല്ല ഞായറാഴ്ച കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവവചനത്തെ പ്രാപിപ്പാൻ തക്കണം കഴിഞ്ഞത് നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയാലാണ്. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുകയും പർവ്വതങ്ങളെ സമതലമാക്കി ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പാടിയ പാട്ട് ഇന്ന് രാത്രി ഇന്ന് പകലും നമുക്ക് പാടുവാൻ തക്കണം ജയോത്സവമായി നമ്മെ വഴി നടത്തുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവത്തിന്റെ കൃപയാലാണ് തമ്പുരാൻ ഇത്രത്തോളം പരിപാലിച്ചത്. അതെ, ചലിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം.